സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ സെപ്റ്റംബർ 28, 2025 സ്ലീവാകാലം 3-ാം ഞായർ. ഏശയ്യ 26-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പി 4-ാം അധ്യായം 4-9 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-28 വരെയുള്ള വാക്യങ്ങൾ. ഉൾക്കൊള്ളുക. രചന അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്. പൊതുവെയുള്ളതിൽ നിന്ന് ഒരൽപ്പം വ്യത്യസ്തമായ തർക്കശബ്ദവും പ്രകോപനപരമായ സംസാരരീതിയും യേശുവിന്റെ പ്രതികരണത്തിൽ പ്രകടമാകുന്നതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന സുവിശേഷ ഭാഗമാണ് കാനാൻകാരിയുടെ വിശ്വാസം. അപ്പന്റെ സ്നേഹവും കൃപയും സഹോദരനോട് നിർബന്ധപൂർവം ചോദിച്ചു വാങ്ങുന്ന മകളുടെ ശബ്ദമാണത്. എന്താണ് ദൈവകൃപയ്ക്കുള്ള അർഹത എന്നൊരു ചോദ്യത്തിന് ഇന്നത്തെ സുവിശേഷ ഭാഗം അത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ദൈവകരുണ എന്ന മറുപടിയാണ് നൽകുന്നത്. 2 കാര്യമുണ്ടതിൽ. 1 വിശ്വാസം, 2 പ്രാർത്ഥന. മറ്റെല്ലാ അയോഗ്യതകളെയും ഇവ രണ്ടും മറികടക്കുന്നു. ഈ കാനാൻകാരി അതാണ് തെളിയിക്കുന്നത്. ചോദിക്കുമ്പോൾ ഉടനെല്ലാം ലഭിച്ചു ശീലിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇതത്ര സ്വീകാര്യമാവണമെന്നില്ല എന്നൊരു വെല്ലുവിളി ഇന്ന് വിശ്വാസവും പ്രാർത്ഥനയും നേരിടുന്നുണ്ട്. അവിടെ ഈ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസ തീക്ഷ്ണത നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഉൾക്കൊള്ളലാണ്, ഒഴിച്ചു നിർത്തലല്ല യേശുദർശനം. ദൈവകൃപയിൽ എല്ലാ സൃഷ്ടികളും പങ്കുകാരാണ്. ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഫിലിപ്പി 2-ാം അധ്യായം 1-ാം വാക്യം. നമ്മെ തേടിവരുന്ന, നമ്മിൽ നിന്ന് നന്മ ആവശ്യപ്പെടുന്ന ആരെയും, ഒന്നിനെയും, ഒരു സൃഷ്ടിയെയും എന്ത് കാരണത്താലും മാറ്റി നിർത്താനോ തള്ളിപ്പറയാനോ പാടില്ല എന്ന വ്യക്തമായ സന്ദേശം യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നൽകുന്നു. ഇതര നാട്ടുകാരെയും ഇതര ഭാഷക്കാരെയും ഇതര മതവിശ്വാസികളെയും അന്യരായി കാണുന്ന രീതി ക്രിസ്തീയമല്ല എന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നുണ്ട്. വിജാതീയരുടെ അപ്പസ്തോലനായ പൗലോസ് എഫേസോസുകാരോട് പറയുന്നു, ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗവാക്കുകളുമാണ്. അതായത് യേശുവിൽ നിന്നുള്ള അനുഗ്രഹം, കൃപാവർഷം ജാതിമത വർഗഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാണ്. എത്ര കുറവാണെങ്കിലും അതിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള യേശുവിന്റെ മുന്നിൽ മേശയിൽ നിന്ന് തെറിച്ചു വീഴുന്ന അപ്പക്കഷണമെങ്കിലും തനിക്ക് തന്നുകൂടെ എന്നൊരു മറുചോദ്യം കാനാൻകാരി ഉന്നയിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യമെന്നാൽ അത് മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള ദാഹം തീർക്കുന്ന ഒരു സ്രോതസ്സാണെന്ന് വെള്ളം കോരാൻ വന്ന സമരിയക്കാരിയുടെ അനുഭവവും വീഞ്ഞായി മാറിയ കാനായിലെ കല്യാണ വിരുന്നിലെ വെള്ളവും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവനിശ്ചയത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളും കുറവുകളും മറികടക്കാൻ ശ്രമിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയുള്ള മനുഷ്യന് അവന്റെ സൃഷ്ടാവായ ദൈവത്തോട് തന്നെ അവ പരിഹരിക്കാനുള്ള കാര്യങ്ങളും ചോദിച്ചു വാങ്ങാൻ അർഹതയുണ്ടെന്നൊരു സന്ദേശവും ഈ സുവിശേഷ ഭാഗം നൽകുന്നുണ്ട്. ആ വിശ്വാസ തീക്ഷ്ണത തന്നെയാണ് ഇന്നിന്റെ ഈ ലോകത്തിന്റെ ആവശ്യവും. ഉൾക്കൊള്ളുക. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ. രചന അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. കേരള ഹൈക്കോടതി അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ലേഖകൻ. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്.